വെൽക്കം ബാക്ക് ടു ട്വിൻ വ്ളോഗേഴ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി ചാലഞ്ചിന്റെ പേരെന്തെന്ന് വെച്ചാൽ അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം മിക്ക കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അമ്പലത്തിലെങ്ങാനും എന്തോ ഉത്സവം എങ്ങാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് വീഡിയോ എടുത്ത് വെച്ചാണ്. വേറൊരു ദിവസം നമ്മൾ ഇൻട്രോ എടുക്കുന്നതാണ്. നേരത്തെ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അപ്പൊ അതിനകത്ത് ഭയങ്കര അത്യാവശ്യം നല്ലോണം ഒരു മാക്സിമം കളയാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ കളയും, എന്നിട്ടായിരിക്കും ഇടുന്നത്. എന്നാലും പിന്നെ കുറച്ചൊക്കെ കാണും. നിങ്ങൾ എന്തായാലും ദയവായി ക്ഷമിക്കുക, വീഡിയോ എൻജോയ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, നമ്മളെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ചാലഞ്ചിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അത് എനിക്ക് അറിയത്തില്ല. എന്തുവാ പേര്? ഇവളാണ് എന്നോട് ഈ ചാലഞ്ചിന്റെ പേര് ചാലഞ്ച് ചെയ്യാന്ന് പറഞ്ഞപ്പം ചാലഞ്ചിന്റെ പേരെന്താന്ന് ആർക്കും അറിയില്ല. ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കുഷ്യൻ ഉണ്ട്. ആ കുഷ്യന്റെ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ക്ലോത്ത് ഇടും. എന്നിട്ട് ഞങ്ങൾ റോക്ക് പേപ്പർ സിസർ കളിക്കും. എന്നിട്ട് ആരാണോ തോക്കുന്നത് അയാളുടെ തല ജയിച്ച ആള് പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കും. അതാണ് നമ്മുടെ ചാലഞ്ച്. അപ്പം ചുമ്മാ ഇതിന്റെ മേത്തോട്ട് അടിക്കുകയല്ല, ഇതൊരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ചാലഞ്ച്. കുറെ യൂട്യൂബ് ആൾക്കാരുടെ കുറെ ചാനലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ മേളിൽ നമ്മൾ കുറെ സാധനങ്ങൾ ഇടും. അരിപ്പൊടി, ഫോർ എക്സാമ്പിൾ അരിപ്പൊടി, മുട്ട, അതേപോലെ പല പല വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഇടും. എന്നിട്ടാണ് തലയിൽ പിടിച്ച് അടിച്ചത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ചാലഞ്ചിലേക്ക് കടക്കാം. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ഞാൻ പറയാം. അരിപ്പൊടിയുണ്ട്, മുട്ടയുണ്ട്, ആട്ടയുണ്ട്, സോസ് ഉണ്ട്, അതായത് കെച്ചപ്പ്, പിന്നെ ഷേവിങ് ക്രീം, ഉജാല, ചോക്ലേറ്റ് സോസ്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം എന്ത് ഐറ്റം എപ്പോഴാണ് ഇടുന്നതെന്ന് അമ്മയായിരിക്കും തീരുമാനിക്കുന്നത്. അമ്മ നമ്മുടെ ബിഹൈൻഡ് ക്യാമറ ഉണ്ട്. അപ്പം അമ്മയായിരിക്കും തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചാലഞ്ചിലോട്ട് പോവാം. അപ്പോൾ കഴിച്ച് നമ്മുടെ ഫസ്റ്റ് ഇംഗ്ലീഷിലെ അരിപ്പൊടി ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ അമ്മു? അപ്പം നമുക്ക് സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കാം. ആരാണ് റോക്ക് പേപ്പർ സിസേഴ്സ്? ഞങ്ങളൊക്കെ കുഞ്ഞിലെ സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. അയ്യോ, നീ ഇപ്പൊ ഭയങ്കര വലുതായ പോലെ. എന്താ നിങ്ങൾ പറഞ്ഞു വെച്ചാന്ന് ചെയ്യുന്നത്? തുടങ്ങി അവളുടെ ചിരി അടങ്ങി അരമണിക്കൂർ എടുക്കും. 5 minutes later. 24 hours later. Rock, paper, scissors. Rock, paper, scissors. ആദ്യത്തെ ആ സുവർണ അവസരം എനിക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ്. ഒരു മിനിറ്റ്, അമ്മൂന് ഫേഷ്യലി അത് പറ്റത്തില്ല. അതൊന്നും പറ്റത്തില്ല. നമുക്ക് ഇരുന്നോ ഇങ്ങനെ ഇച്ചിരി ഇങ്ങോട്ട് ആഞ്ഞു വന്നാ മതി. ഈ ആചാരങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായ ആചാരങ്ങൾ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് നോക്കുന്നു. റിലാക്സ് ആവട്ടാ. റിലാക്സ് ആയി കഴിഞ്ഞാൽ അമ്മ ഇച്ചിരി കുറച്ചിട്ടാണ്. അപ്പോൾ അടുത്തത് നമ്മള് ഷേവിങ് ക്രീം ആണ് ഇടുന്നത്. ഓക്കെ, ഇതിന്റെ മേലോട്ട് തന്നെയാണ് പേപ്പർ ഇതായി. നമ്മളെ ശരിക്കും നമ്മൾ ഇങ്ങനെ വെച്ചിട്ടല്ലേ, അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് അടിക്കുമ്പം ഹൊറിസോണ്ടലായിരിക്കും. അപ്പൊ ഇത് നമ്മുടെ ഷേവിങ് ക്രീമും അതുപോലെ അരിപ്പൊടിയോടുള്ള മിക്സ് ആണ്. കണ്ണാടിയൊക്കെ എടുത്തോണോ ആണി വരുന്നുണ്ടോ? അപ്പൊ നമുക്ക് സെക്കൻഡ് റൗണ്ടിലോട്ട് പോകാം അല്ലേ? റെഡിയാണോ? വേഗം വാവക്കത്തെ കൊണ്ട് മുഖത്തിട്ട് ആ ഒരു ത്വര കൊണ്ടുള്ള പറയാം. വേഗം വാ ഒരു ഇത് കണ്ണടക്കി പിടിച്ചാൽ ഇവളുടെ ഇവിടെ കണ്ടോ ഈ പ്രായമായ അമ്മൂമ്മമാരൊക്കെ ഇവിടെ ഉള്ളതല്ലേ?
അപ്പം നമുക്ക് രണ്ടാമത്തെ റൗണ്ടും ഞാൻ തന്നെ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഷേവിംഗ് ക്രീമും അരിപ്പൊടിയും കൂടെ ഉള്ള ആ ഒരു മിക്സ് ഓക്കെ എന്റെ ഇഷ്ടമല്ലേ. അപ്പൊ ആ ഒരു മിക്സ് ആണ് നമ്മൾ ഇനി അടുത്ത ഈ മുഖത്തൊക്കെ നമ്മൾ ഫേഷ്യൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആദ്യം ഒരു അരിപ്പൊടിയുടെ ഒരു ബേസ് ഉണ്ടാക്കി. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷേവിംഗ് ക്രീമും അരിപ്പൊടിയും കൂടെ ഉള്ള ഒരു മിക്സ് ആണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ രോമമൊക്കെ പോകാൻ വേണ്ടി. അപ്പൊ നമുക്ക് മുക്കാൻ കഴിയും. 3, 2 ഇത് അങ്ങനെ പഠിക്കാനില്ല. 3, 2, 1 അവിടെ ബലം പിടിക്കുന്നേ. 3, 2, 1 ഒരു മിനിറ്റ് ആ കണ്ണ് വേണ്ടിട്ട് അതാണ് എനിക്ക്. അത് ഞാൻ കളഞ്ഞു തരാം. A few moments later. അപ്പൊ നമ്മള് വിചാരിച്ചത്ര ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ണ് തേക്കുന്നില്ല, അവിടെ തേക്കുന്നുള്ളൂ. ഇവളെല്ലാം കഴുകി കളഞ്ഞു. ഇവർക്ക് നീർന്നെന്ന് പറഞ്ഞിട്ട് എല്ലാം കഴുകി കളഞ്ഞു. പുകച്ചിരങ്ങി പുകച്ചു. അതുകൊണ്ട് ഞാൻ ആക്കി വെച്ചു. സങ്കടമാവും. ഇത് അരിപ്പൊടിയിലോട്ട് മാത്രം. അപ്പൊ ഗൈസ് അടുത്ത ഉജാലയാണ്. അമ്മ ഇത് അടുത്ത് കാണിച്ചത്. ചിലപ്പോ വിചാരിക്കും എല്ലാം അവളെ അരിപ്പൊടി എല്ലാം ഇട്ട് ഒത്തിരി ഇട്ടായിരുന്നു. ഇവിടെ അരിപ്പൊടി എല്ലാം എന്നെ മെയിനായി വെച്ചു. അപ്പൊ അടുത്ത ഉജാല. അയ്യോ ഇത് ബോള് പോലെ ആയി കേട്ടോ. അപ്പൊ അടുത്തത് നിങ്ങള് കണ്ണാടി ഭയങ്കര വൃത്തിയായിട്ട് ഷേവിംഗ് ക്രീം ഒക്കെ കാണുമ്പോ പോയി ഗൈസ്. സെന്ററിൽ മാത്രം ഒഴിച്ചാൽ മതി. അപ്പൊ സെന്ററിലല്ലേ ഒഴുകി പോന്നു. വേഗം ആട്ടെ. വേഗം കളിച്ചു. ഈ ചോക്ലേറ്റ് സിറപ്പും ഞാനാക്കും. നീ പോയി മുക്കണ്ട, ഞാൻ മുക്കിട്ടോളാം. കണ്ണടച്ച് പിടിച്ചോണേ അമ്മോ. 3, 2, 1 3, 2, 1 ഇപ്പഴാ ഉജാലയുടെയൊക്കെ ഉജാല അങ്ങോട്ട് വന്നത്. കണ്ണ് തുറക്കണ്ട. കണ്ണ് തുറക്കണ്ട. കണ്ണ് കണ്ട് അവിടെ കണ്ണിന്റെ അവിടെ നീ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ തോണ്ട് സൈഡിലോട്ട് തോണ്ടി കളയാല സൈഡിലോട്ട്. ഇപ്പൊ ഗൈസ് അടുത്ത നമ്മുടെ ആട്ടയാണ്. ഞങ്ങൾ ഒത്തിരി ഒന്നും എടുക്കുന്നില്ല. ഇത് ഇച്ചിരി മാത്രം എടുക്കുന്നുള്ളൂ. ഇനി ഫുഡ് വേസ്റ്റ് ആക്കി ഒന്നും പറയരുത്. ഒരു ഇച്ചിരി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇനി ഈ ചോക്ലേറ്റ് സിറപ്പിന്റെ മുകളിൽ നമുക്ക് ആട്ട മുക്കാളാണ്. ആ ശരിക്കും ആ ഉജാല എനിക്ക് കിട്ടിയത് വരുന്നതാണ്. ഇവക്കാണ് വന്നത്. അതാ സിറപ്പ് എല്ലാം കൂടെ പിടിച്ചില്ല. അത് കുഴപ്പമില്ല. അപ്പൊ ഗൈസ് നമുക്ക് അടുത്തത് rock paper scissors. കണ്ണാടി എനിക്ക് നല്ല പൊടികളൊക്കെ വരുന്നുള്ളൂ ഗൈസ്. എനിക്ക് നിറം കുറവാണ്. ഓക്കെ ഗൈസ്. അപ്പം ഇനി നമുക്ക് കൃത്യത്തിലേക്ക് കടക്കാം. നീയായിരുന്നു
ഇനി എല്ലാം സെന്ററിലോട്ട് കൂട്ടുകയാണ്. എന്റെ മൂക്കിനെല്ലാം കാണാം. മൂക്കിനകത്ത് ഒത്തിരി കയറിപ്പോ ഒത്തിരി ഹമക്കും ചുമ്മാ പറയാന്നോ ചുമ്മാ. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത ഇനി അടുത്ത് ഇതൊക്കെ ഫൗള് കളിയാ മര്യാദയ്ക്ക്. അപ്പൊ ഗൈസ് ഞാൻ രണ്ടാമത്തെ തവണ മാത്രമേ തോറ്റുള്ളൂ. ഇവിടെ 3 തവണ തോറ്റു. 3 തവണ ഇവിടെ 3 തവണ തോറ്റു. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ തോക്കുന്ന ആൾക്ക് വേറൊരു പണിയുണ്ട്. ഇതിനകത്ത് ഏറ്റവും എക്സ്ട്രീം പണി. ഇതിപ്പോ നമ്മുടെ എത്രാമത്തെ 5ാമത്തെ അല്ലേ? ലാസ്റ്റ് ആയിട്ട് അടുത്ത ഒരു കെച്ചപ്പൂടാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കെച്ചപ്പ് ഒഴിക്കും. അതുകൂടെ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ തോൽവി ഏറ്റുകഴിഞ്ഞ അമ്മുവിന് നമ്മൾ ഏറ്റവും വലിയ പണിയാണ്. അപ്പം ഞാൻ പോവാണ് ഗായ്സ്. കണ്ണൊന്നുമില്ല. വായിക്കാത്തായി പോയി ഗൈസ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം സെന്ററി ഒഴിച്ചാൽ മതി, സൈഡിലോട്ടൊന്നും ഒഴിക്കണ്ട. തട വെക്കണം. മതിടാ. ഓക്കെ, എനിക്ക് ഭയങ്കര വാശിയാണ്. എന്റെ മുഖത്ത് അരിപ്പൊടിയും എന്റെത്തോടെല്ലാം പോയത് ആട്ടയാക്കി ഇവക്ക് ഞാൻ കെച്ചപ്പ് കൊടുക്കും. ഓക്കെ, Flashback. Eventually. ശരിക്കും അത് കള്ളക്കളിയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഉണ്ടായി കൃത്യമായിട്ട് മനസ്സിലാവും. ഇവളെ ഇങ്ങനെ പിടിച്ച് എളുപ്പം ഞാൻ കത്തിരി കാണിച്ചപ്പോൾ ഇങ്ങനെ കാണിച്ചാണ്. അപ്പൊ അമ്മ പറഞ്ഞു എന്തായാലും നിങ്ങൾ അടിയാവേണ്ട, അതുകൊണ്ട് ഒന്നുകൂടെ കളിക്കുക. അതുകൊണ്ട് നമ്മൾ അമ്മയുടെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഒന്നുകൂടെ കളിക്കുകയാണ്. കണ്ണി പോയി. Rock, paper, scissors. Rock, paper, scissors. Rock, paper, scissors. Rock, paper, scissors. Jingu chika, jingu chika, jingu chika, jingu chika. ഇതാണ് ഗൈസ് സാറിന് ന്യായത്തിന്റെ കൂടെ എപ്പോഴും സത്യം കാണും. നീ കളിക്കണം ഗൈസ്. അമ്മു പിണക്കത്തിലാണ് ഗൈസ്. അമ്മുവിന്റെ നമ്മൾ കൂടുതൽ അമ്മുവിന്റെ മേത്താണ് അടിച്ചത്. ഓ, എന്റെ കണ്ണിലോട്ടല്ല പറഞ്ഞോണ്ട് അമ്മു പിണക്കത്തിലാണ്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ ഇത് അടിക്കാൻ പോകുന്നുണ്ട് ഗൈസ്. ഇത് അടിക്കാൻ പോകും. എന്തുകൊണ്ട് നീ ഇതെല്ലാം മനസ്സിൽ കുറിച്ചോണ്ടല്ലേ വന്നത്? അത് കള്ളക്കളിയാണ്. എന്റെ കണ്ണിൽ പോയി അരിപ്പൊടി. ഇവക്കെല്ലാതെ എങ്ങനെ അമ്മുവിന്റെ 2ാമത്തെ മുഖം കൈവലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടും ഡെഡിക്കേഷൻ ഇല്ല ഗൈസ്. ഇവർക്ക് ഒട്ടും ഡെഡിക്കേഷൻ ഇല്ല. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റമായ മുട്ടയാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. നമ്മുടെ ഏറ്റവും അവസാനത്തെ റൗണ്ടാണ് ഇനിയുള്ളത്. അപ്പൊ ഗൈസ്, ഏറ്റവും കൂടുതൽ തോറ്റിരിക്കുന്ന നമ്മുടെ അമ്മു ആയതുകൊണ്ട് നമ്മുടെ മുട്ട ഇനി പൊട്ടിച്ച് ഇവിടെ ഇട്ടിട്ട് അമ്മുവിന്റെ മുഖത്തോട്ട് നമ്മൾ മുട്ട അടിക്കുന്നതാണ് ഗൈസ്. മുട്ട പൊട്ടിക്കുന്നത് ഞാനാണ്. ഞാൻ പൊട്ടിക്കും. ഏതായാലും എടുക്കും. പതുക്കെ ഒഴിക്കണേ. നീ ഒരു കുഴി പോലെ ആക്കിക്കേ. അപ്പൊ ഗൈസ്, നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കിണറുണ്ടാക്കാം. മതി ഒത്തിരി ആക്കിയല്ലേ എന്റെ ഇതങ്ങ് ഇതായിപ്പോ ഷെല്ലോട്ട് പിടിക്കും. നിങ്ങൾ മുട്ട കണ്ടല്ലോ, മുട്ട പൊട്ടിക്കാൻ പോവാണ്. അത് പറഞ്ഞ കേട്ടോ, ഉണ്ണി ഇടണ്ട. ഉണ്ണി വൈകുന്നേരം ബുൾസ അടിച്ചു കഴിച്ചോളാം. അത്രയും സഹായം ഒന്നും വേണ്ടണോ?
പുറത്ത് പോന്നു. ബ്ലോക്ക് ആ സമയമില്ല, നമുക്ക് വേഗം എഴുന്നേക്ക്. അപ്പൊ നമ്മള് മുട്ട കുത്താൻ പോവാണ്. ഫേഷ്യൽ മുട്ട ഫേഷ്യൽ. മതി പകുതി മുട്ട ഇവിടെ ഇരിക്കുവാ. ഒന്നുകൂടെ മുക്കി, നീ എന്നെ മുക്കിയാ മതി. നീ തന്നെ മുങ്ങ്. മൂക്കടിച്ചു പിടിച്ചിട്ട് മുക്കിക്കോ. കുനിഞ്ഞേക്ക്. ഇതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ആ ഒരു മുട്ട ഫേഷ്യലിന് ശേഷമുള്ള ഇവളുടെ മുഖം. ഭയങ്കര അപ്പം ഞാനും പോയി കഴിയിട്ട് വരാം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ പോയിട്ട് ഫോളോ ചെയ്യുക. അതിന്റെ കൂടെ എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ഐഡി തുടങ്ങി. അപ്പം എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അമ്മൂന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതല്ല, ഇവളെ ചെയ്തില്ലല്ലേ, എന്റെ അടിപൊളി ഫോട്ടോസ് ഒക്കെ ഇവളുടെ ചുമ്മാ ഊച്ചാളി റീൽസ് ഒക്കെയാണ്. ചുമ്മാ ഒരു ദുരന്ത റീൽസ് ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഫോളോ ചെയ്തോ. നമ്മുടെ അമേരിക്കൻ അമ്മായിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. എല്ലാ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലിങ്ക്സും ഞങ്ങളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങളെ ഫേസ്ബുക്ക് അക്കൗണ്ട്, ഫേസ്ബുക്ക് പേജിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും പോയി ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനോട് ക്ഷമ ചോദിക്കുന്നു. അതിനോട് ഞങ്ങൾ ഇന്നോട് തന്നെ വേറൊരു വീഡിയോ എടുത്തായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാണും. അത് ഞങ്ങൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട്. പിന്നെ അമ്മച്ചിയുടെ സീരീസ് അല്ലെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് സീരീസ് അല്ലാതെ ജസ്റ്റ് ഒരു വീഡിയോ പോലെ എന്തായാലും ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമ്മച്ചിയുടെ ഒരു കുക്കിംഗ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത്. അപ്പം നമ്മൾ എന്തായാലും ഒരു അമ്മച്ചിയുടെ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഇടാം. ഞങ്ങളുടെ ചാനലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വെൽക്കം ടു സിബ്ലിങ്സ് ഗാങ്. പിന്നെ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എനിക്കൊരു കാര്യം പറയാനുള്ളത്. നമ്മൾ ലൈവിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ഇൻട്രോസ് ഫേമസ് ആയവരെ ഇൻട്രോസ് നമ്മളൊരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫേമസ് യൂട്യൂബേഴ്സിന്റെ ഇൻട്രോ ഞങ്ങളുടെ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ അപ്പം അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ അന്ന് ആ ലൈവിൽ ഒരു ചെറിയ ഡെമോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പോയി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയുള്ള ഇൻട്രോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമന്റ്സോ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ എവിടെ ആണല്ലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ല, എന്റെ കൈ വേന എടുക്കാണ് ഇത്ര നേരം പേടിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുള്ള ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എന്തായാലും മെസ്സേജ് അയക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. 24 hours അല്ല, ഞാൻ കാണാൻ എന്തായാലും തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചിരിക്കും. എന്റെ അക്കൗണ്ടിലും അയച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് ഓർമ്മ വെച്ചിരിക്കുക. ക്രിസ്മസ് സ്പെഷ്യൽ എന്തെങ്കിലും ഒക്കെ നമ്മൾ കാണും. നമ്മള് വലുതായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല. കഴിഞ്ഞ ഞങ്ങളുടെ അപ്പച്ച മരിച്ചിട്ട് 1 വർഷം ആവുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരുന്നവരെ ബൈ ബൈ. Hi guys, welcome back to Twin Vloggers. എടുത്തേ 3, 2, 1 say hi guys, welcome back to Twin Vloggers. Hi guys, welcome back to Twin Vloggers.
എന്ത് മാവട്ടെ, എനിക്ക് ദേഷ്യം വരും കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു മിനിറ്റ് ആ കണ്ണു വേണ്ടിട്ട് അതാണ് എനിക്ക്. അത് ഞാൻ കളഞ്ഞു തരാം. ശരിക്കും അങ്ങനല്ലേ, കഴിയാതെ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് പറ്റത്തില്ല, ഫൗളാ അത് മൊത്തം. അപ്പൊ ഗൈസ് ഞങ്ങള് ക്യാമറയുടെ മുമ്പിലോട്ടൊന്ന് വന്നതാണ് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി. ഇവക്കല്ല അത് നീറ്റില്ല. എങ്ങനെ നീ